ഇത് മൂന്നാറിലെ ബൊട്ടാനിക്കൽ ഗാർഡനാണ്. അതിൻ്റെ മുന്നിലെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെടികൾക്കും മരങ്ങൾക്കുമൊക്കെ തഴച്ചു വളരാൻ പറ്റിയ കാലാവസ്ഥയാണ് ഇവിടെയുള്ളത്. ഗാർഡൻ്റെ മുമ്പിൽ തന്നെ പടുകൂറ്റൻ ഒരു മരവും അതിലെ ഒരു ട്രീ ഹൗസും നല്ല മനോഹരമായ ഒരു കാഴ്ചയാണ്. അതിൻ്റെ മുകളിൽ കയറി ചുറ്റുവട്ടത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. എൻട്രി ഫീസ് കുട്ടികൾക്ക് 50 രൂപയും മുതിർന്നവർക്ക് 100 രൂപയുമാണ്. ക്യാമറയും വീഡിയോയും ഒക്കെ പ്രത്യേകം ഫീസുണ്ട്. അകത്തോട്ട് കടന്നു കഴിഞ്ഞാൽ പൂക്കളുടെ വിസ്മയിപ്പിക്കുന്ന ഒരു ലോകം തന്നെയാണ്. പല നിറത്തിലുള്ള പൂക്കൾ ഇങ്ങനെ നിരനിരയായി നിൽക്കുന്നു. എനിക്ക് അത്ഭുതം തോന്നിയത് ആ സ്ഥലത്തെ പൂക്കളുടെ വലിപ്പവും അതിൻ്റെ നിറവുമാണ്. എന്ത് രസമാണ് ഈ പൂക്കളൊക്കെ ഒന്ന് കാണാൻ. നല്ല വലിപ്പവും നല്ല കളറും. ഇതെങ്ങനെ ഇത്രയും മനോഹരമായിട്ട് ഇതുണ്ടാകുന്നു എന്നുള്ളതാണ്. നമ്മളൊക്കെ വീട്ടിൽ കൊണ്ട് വെച്ചാൽ ഇതിൻ്റെ പകുതി പോലും ഉണ്ടാകാറില്ല. കാലാവസ്ഥയുടെ പ്രത്യേകതയായിരിക്കും. ഡാലിയ ചെടികൾക്ക് മാത്രമായി പ്രത്യേകം ഒരു വിഭാഗമുണ്ടായിരുന്നു. ഗാർഡനിൽ എവിടെ നിന്ന് ഫോട്ടോ എടുത്താലും അതിമനോഹരമായ ഫോട്ടോസായിരിക്കും നമുക്ക് കിട്ടുന്നത്. നടപ്പുവഴിയുടെ ഇരുവശത്തുമായി പല നിറത്തിലും തരത്തിലുമുള്ള ചെടികളാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വൈകുന്നേരം ഈ പാർക്ക് വിസിറ്റ് ചെയ്യുന്നതായിരിക്കും ഉത്തമം. കാരണം ലൈറ്റിങ്ങും അതുപോലെ തന്നെ 7 മണിക്കുള്ള മ്യൂസിക്കൽ ഫൗണ്ടനും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. പൂക്കളുടെ വിസ്മയവും അതുപോലെ ലൈറ്റിങ്ങും കൂടെ ആകുമ്പോൾ അതിമനോഹരമായിരിക്കും. മലയണ്ണാൻ്റെ മനോഹരമായ സ്റ്റാച്ചുവാണിത്. കൊമ്പനാനയുടെ തലയെടുപ്പും അതിൻ്റെ മുന്നിലെ ഫോട്ടോയും ബഹുകേമമാണ്. പലതരത്തിലെ ഇലച്ചെടികളും ഒലിവ് മരവും ഇവിടെ കാണാൻ സാധിക്കും. ചെടികളൊക്കെ നല്ല രീതിയിൽ വെട്ടി ഒരുക്കിയാണ് ഈ ഗാർഡനിൽ സൂക്ഷിച്ചിരിക്കുന്നത്. രാത്രിയായാൽ ഫോട്ടോഷൂട്ടിന് പറ്റിയ സ്ഥലങ്ങളാണ് ഇതെല്ലാം. മൺസൂൺ കാലമായതിനാൽ ചെടികളൊക്കെ ക്രോപ്പ് ചെയ്ത് തൈകളൊക്കെ നടുന്ന സമയമാണ്. ഇവിടെ നിന്ന് നമുക്ക് ചെടികളും വിത്തുകളും വാങ്ങാൻ സാധിക്കും. തൈകളെല്ലാം നട്ട് ചട്ടികളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നവംബർ ഡിസംബർ ആകുമ്പോഴത്തേക്കും ഇവിടെ ഫുള്ളി പൂക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കും. കളർഫുള്ളായ ലൈറ്റിംഗ് കൂടെ വരുമ്പോൾ ഇവിടെ എത്ര മനോഹരമായിരിക്കും. ആൽബം ഷൂട്ടിങ്ങിന് പറ്റിയ സ്ഥലമാണ്. മൂന്നാറിനെ സ്നേഹിക്കുന്നവർ തീർച്ചയായും ഇവിടെ വന്ന് ഇതൊക്കെ ഒന്ന് കാണേണ്ടതാണ്. റോസാ ചെടികൾ ചിലതൊക്കെ പൂവിട്ട് വരുന്നുണ്ട്. തണ്ടിൽ നിന്ന് തളിർപ്പ് വരുന്നതേ ഉള്ളൂ. കുറച്ചുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ റോസിൻ്റെ ഒരു വസന്തം തന്നെയായിരിക്കും ഇവിടെ. ചെടികളുടെ നഴ്സറികളും ഗ്യാലറികളും റെഡിയായിരിക്കുകയാണ്. കാഴ്ചക്കാർക്ക് വിശദമായി വന്ന് കാണാനും അതിനെക്കുറിച്ച് പഠിക്കാനും ഒക്കെ ഇവിടെ സാധിക്കും. കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ദിനോസറിൻ്റെ സ്റ്റാച്യുവും ഉണ്ട് ഇവിടെ. താമരയുടെ ഷേപ്പിൽ ലൈറ്റ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. രാത്രിയാകുമ്പോൾ ഇത് കാണാൻ എന്ത് രസമാണെന്ന്. വൈകിട്ട് 7 മണിക്ക് മ്യൂസിക്കൽ ഫൗണ്ടൈൻ നടക്കുന്ന സ്ഥലമാണിത്. കുട്ടികൾക്ക് കളിക്കാനും വിശ്രമിക്കാനുമായിട്ടൊരു പാർക്കുമുണ്ട് അതിൻ്റെ സൈഡിൽ. ചെടികൾ നിറഞ്ഞ ഈ ഹട്ടുകളിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു അനുഭവം ഒന്ന് വേറെ തന്നെയാണ്. ചുറ്റുമുള്ള സ്ഥലങ്ങളെല്ലാം പൂക്കൾ കൊണ്ടും ചെടികൾ കൊണ്ടും ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. ചെടികളുടെയും പൂക്കളുടെയും ഇടയിലൂടെ ഇങ്ങനെ നടന്നു പോകാൻ എന്ത് രസമാണെന്നോ. കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന ഒരു അനുഭവമാണ് ഈ ചെടികളും പൂക്കളും നമ്മൾക്ക് പകർന്നു നൽകിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കുറച്ച് നല്ല ദൃശ്യങ്ങളുമൊക്കെ പകർത്തി തിരികെ പോന്നു.
ഇതുപോലെയുള്ള വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കേണ്ട.